ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ടൂളിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളൊരു മുന്നോട്ടുള്ളൊരു യാത്രയിൽ പല സാഹചര്യങ്ങളിൽ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടം വന്നേക്കാം. ഒരു പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പലർക്കും മനസ്സിലാകും, നിങ്ങളൊക്കെ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം എൻ്റെ ഒരു വീഡിയോയുടെ അനലിറ്റിക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് വന്ന ഒരു വീഡിയോക്ക് കിട്ടിയ വ്യൂസിന് എത്ര റവന്യൂ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിൽ നിന്ന് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് അനലിറ്റിക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു വീഡിയോയിൽ നിന്ന് 4400 വ്യൂസ് വന്ന ഈ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് $203 ഇവിടെ അനലിറ്റിക്സിൽ കാണിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചേ മതിയാവും, കാരണം ഞാനിത് ഫേക്കായിട്ട് കാണിക്കുന്നതല്ല. വെറും 4400 വ്യൂസിൽ നിന്ന് എനിക്ക് കിട്ടിയ റവന്യൂ $203 മറ്റൊരു വീഡിയോ കൂടി ഞാൻ നിങ്ങളെ എക്സാമ്പിളായിട്ട് കാണിക്കാം. $203 എന്ന് പറയുമ്പോൾ ഏകദേശം 16,000-ലധികം രൂപ വന്നിട്ടുണ്ട് 4000 വ്യൂസിൽ നിന്ന്. മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ, ഇതിൽ ഏകദേശം 26,000-ലധികം വ്യൂസ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് $2,518. അതായത് ഏകദേശം ഒരു 2,09,000 രൂപ ഉണ്ട്. വെറും 26,000 വ്യൂസ് വന്നപ്പോൾ അതിൽ നിന്ന് 2,00,000-ലധികം രൂപ റവന്യൂ നേടി. ഏകദേശം $2,000-ലധികം വന്നു എന്നുള്ളതാണ് ഈ ഒരു അനലിറ്റിക്സ് കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എനിക്ക് ഡോളറിലാണല്ലോ കാണിക്കുന്നത്. നമുക്കറിയാം സെറ്റിങ്സിൽ ഇത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ റുപ്പിയിലും കാണാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടും, അല്ലെങ്കിൽ ഇതെന്താണ് എത്ര ഡോളർ കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതല്ലെങ്കിൽ എനിക്ക് 4000 രൂപയിൽ നിന്ന് എത്ര അധികം റവന്യൂ ശരിക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ പല രീതിയിൽ ഫേക്കായിട്ട് കാണിക്കുന്നതാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സംശയം വന്നേക്കാം. നിങ്ങളിൽ ചിലർക്കൊക്കെ ഇതിൻ്റെ ഒരു ഗുട്ടൻസ് ഒരു പക്ഷേ പിടികിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ചാനലിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ USD ഡോളറിലാണ് കാണിക്കുക, ഇവിടെയും ഡോളറിലാണ് കാണിക്കുന്നത്. നമുക്കത് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്ത്യൻ കറൻസിയിലേക്കൊക്കെ മാറ്റിക്കൊടുക്കാം. ഏത് രാജ്യത്താണോ അവരുടെ ആ ഒരു കറൻസിയിലേക്ക് നമുക്കത് മാറ്റിക്കൊടുക്കാം എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ഡോളറിലാണല്ലോ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ ഒരു USD ഡോളർ എന്നുള്ളത് നമ്മൾ ജമൈക്കൻ ഡോളറിലേക്ക് മാറ്റിക്കൊടുക്കുക. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ജമൈക്കൻ ഡോളറിലേക്ക് മാറ്റി കൊടുക്കുമ്പോഴാണ് ഈ രീതിയിൽ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണും, ഇവിടെ ജമൈക്കൻ ഡോളറിൽ കാണിക്കുമ്പോൾ നമുക്ക് റവന്യൂ, ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് $203 നിങ്ങൾ കണ്ടത് ജമൈക്കൻ ഡോളറാണ്. ഇനി ഞാനിത് നോർമൽ USD ഡോളറിൻ്റെ ആ ഒരു രീതിയിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി സെയിം വീഡിയോയ്ക്ക് എത്ര വ്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനി അതേ സെയിം വീഡിയോയ്ക്ക് എത്ര റവന്യൂ ആണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, വെറും $1 എനിക്ക് കിട്ടിയിട്ടുള്ളത്. 4400 വ്യൂസിൽ നിന്ന് $1 കിട്ടിയിട്ടുള്ളത്. പക്ഷേ നേരത്തെ കാണിച്ചത് ഏകദേശം $203. അതുപോലെ 26,000 വ്യൂസ് വന്ന ആ ഒരു വീഡിയോയ്ക്ക് നേരത്തെ $2,000-ലധികം കാണിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കാണുന്ന ഡോളർ എന്ന് പറയുന്നത് വെറും $16. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സെയിം ഡോളർ തന്നെ രണ്ട് രീതിയിൽ കാണിക്കുന്നത് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. USD ഡോളറല്ല, അത് മറ്റ് രാജ്യങ്ങളിലെ കറൻസി ഡോളറാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ആ ഒരു സിമ്പിൾ മാച്ചായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കാണിക്കുന്നത്. ഇത് പലർക്കും മിസ്യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഇത്ര വ്യൂസ്, ഈ ഒരു വ്യൂസിന് ഇത്ര റവന്യൂ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ചിലർക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിലും ചിലരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടാകാം. ഇതെങ്ങനെ നേടുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളതിൽ വഞ്ചിക്കപ്പെട്ടേക്കാം. അങ്ങനെ നിങ്ങളിലേക്ക് ഈ രീതിയിൽ വല്ല അനലിറ്റിക്സ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇത് ഏത് കറൻസിയിലാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഇത്രയും കുറഞ്ഞ വ്യൂസിൽ നിന്നും ഇത്രയധികം വരുമാനം ലഭിക്കില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടൂളിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് ഈ രീതിയിലേക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പല രീതിയിലും യൂസ് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ മറ്റ് ക്രിയേറ്റേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ
മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ അവർ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ ഒരു ടൂള് ഇങ്ങനെയും ഈ രീതിയിൽ ഉണ്ട് എന്നുള്ള ഒരു അവബോധം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.